പാവപ്പെട്ട നായകൻ പണക്കാരനാവുന്നത് സിനിമയിൽ കാണാൻ നമുക്കിഷ്ടമാണ്. അതിപ്പോൾ നേർവഴിയായാലും കുറുക്കുവഴിയായാലും പണം നായകന്റെ കയ്യിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ അത് കാണുന്ന നമുക്ക് കുറച്ചു നേരമെങ്കിലും അത് നമ്മുടെ കയ്യിലാണെന്ന തരത്തിലൊരു സന്തോഷം വരും. അതുകൊണ്ടാകാം ഇങ്ങനെയുള്ള കഥകൾ എപ്പോഴും സിനിമകളാകുന്നത്. ഒരു പ്രശ്നമുള്ളത് നമ്മുടെ ഒരു മൊറാലിറ്റി വെച്ച് നായകൻ കുറുക്കുവഴിക്കാണ് പണമുണ്ടാക്കുന്നതെങ്കിൽ അത് അവസാനം നഷ്ടപ്പെട്ട് നായകൻ നന്നാകുന്നിടത്തോ അല്ലെങ്കിൽ മരിക്കുന്നിടത്തൊക്കെ ആയിരിക്കും പലപ്പോഴും സിനിമ അവസാനിക്കുന്നത്. അങ്ങനെയല്ലാത്തത് വളരെ കുറവാണ്, ഇല്ലെന്നല്ല, പക്ഷെ കുറവാണ്. ഈ അടുത്ത് തെലുങ്കിൽ ദുൽഖർ സൽമാൻ നായകനായി ഇറങ്ങിയ ലക്കി ഭാസ്കർ എന്ന സിനിമയും ദരിദ്രനായ നായകന്റെ പണക്കാരനിലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. കണ്ടിരിക്കാൻ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു യാത്രയാണത്. ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ അനാലിസിസ് വീഡിയോ ആണ്, സ്പോയിലേഴ്സ് ഉണ്ടായിരിക്കും. പൊതുവെ തെലുങ്ക് സിനിമകളിൽ വരാറുള്ള ചില സ്ഥിരം തെലുങ്ക് മെയിൻ സ്ട്രീം ഫ്ലേവറുകളുണ്ട്. പേഴ്സണലി എന്നെ ചടപ്പിക്കുന്ന ഒന്നാണത്. എന്നാൽ ഈ സിനിമയിൽ അത് വളരെ വളരെ കുറവാണ് എന്നതാണ് ഏറ്റവും വലിയ പോസിറ്റീവായി തോന്നിയത്. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ സിനിമ നമ്മളെ പിടിച്ചിരുത്തും. ഭാസ്കർ എന്ന കഥാപാത്രം തന്റെ കഥ പ്രേക്ഷകരോട് പറയുന്ന രീതിയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഒരു കുടുംബത്തിന്റെ ഭാരം മൊത്തം ഒറ്റയ്ക്ക് ചുമലിലേന്തിയ കുറേയധികം സാമ്പത്തിക ബാധ്യതകളുള്ള ഒരു കഥാപാത്രമാണ് തുടക്കത്തിൽ ഭാസ്കർ. പ്രൈവറ്റ് ബാങ്കിലെ ജോലിയിൽ നിന്നുള്ള തുച്ഛമായ വരുമാനം ഒന്നിനും തികയുന്നില്ല. ചുറ്റും കടം, പാവപ്പെട്ടവനായതുകൊണ്ട് റിലേറ്റീവ്സിൽ നിന്നും വരെ അപമാനം ഏൽക്കേണ്ടി വരുന്നയാൾ. അതൊക്കെ ദുൽഖർ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഒരു തവണ ബാങ്കിൽ വെച്ച് മറ്റുള്ള ജോലിക്കാരുടെയും കസ്റ്റമേഴ്സിന്റെയും മുന്നിൽ വെച്ച് മേലുദ്യോഗസ്ഥന്റെ ചീത്തവിളികൾ മൊത്തം കേട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞുവിടല്ലേ എന്ന് അപേക്ഷിക്കുന്ന ഒരു രംഗമുണ്ട് സിനിമയിൽ. ദാരിദ്ര്യത്തിന്റെയും ഹെൽപ്ലെസ്നെസിന്റെയും പരകോടിയിലെത്തി ഇനി താഴാനില്ല എന്ന അവസ്ഥ. ആ ഒരു സീനിലൊക്കെ ദുൽഖർ തകർത്തു. കിട്ടിയൊരു അവസരത്തിൽ ഇത്തിരി സാഹസികത കാട്ടി ചെറിയൊരു തട്ടിപ്പ് നടത്താൻ തന്നെ ഈ കഥാപാത്രം തീരുമാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് ആ ഒരു സംഭവം നായകനെ ഏതൊക്കെ രീതിയിൽ മാറ്റിമറിക്കുന്നു എന്നതാണ് സിനിമ. പണക്കാരനാകുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന മാറ്റം, സൊസൈറ്റി അയാളെ കാണുന്ന രീതിയിലുള്ള മാറ്റം, കുടുംബ ബന്ധങ്ങളിൽ വരുന്ന മാറ്റം, ഇങ്ങനെ പലതും സിനിമ കാണിച്ചിരുന്നുണ്ട്. സിനിമയുടെ തീമും ചില രംഗങ്ങളും വോൾഫ് ഓഫ് വാൾ സ്ട്രീറ്റ് മുതൽ പ്രിട്ടി വുമൻ വരെ പല സിനിമകളെയും ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സിനിമ ഇന്ത്യക്കാർക്ക്, പ്രത്യേകിച്ച് മിഡിൽ ക്ലാസ്സുകാർക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിയും. നായകൻ തട്ടിപ്പ് നടത്തുന്നുണ്ടെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേറ്റ് ചെയ്ത് പൈസ വാരിക്കൂട്ടുന്നതിലൂടെ സാധാരണക്കാരായ മനുഷ്യരെയാണ് വഞ്ചിക്കുന്നതെങ്കിലും നായകനൊപ്പം സഞ്ചരിക്കുന്ന പ്രേക്ഷകർ അവസാനവും ആഗ്രഹിക്കുക നായകന്റെ പണമൊന്നും നഷ്ടപ്പെടല്ലേ എന്ന് തന്നെയായിരിക്കും. നമ്മുടെ കാഴ്ചയ്ക്ക് അപ്പുറമുള്ള ചിലതൊക്കെ ഹൈഡ് ചെയ്തും മറ്റു ചില ബടാ വില്ലന്മാരെ നമുക്ക് മുന്നിൽ ഇട്ടുതന്നുമാണ് സിനിമ ഇത് സാധ്യമാക്കുന്നത്. നായകന്റെ കയ്യിലെ പണം ഭദ്രമാണ് എന്നൊരു ആശ്വാസത്തിൽ നമ്മൾ പ്രേക്ഷകർ സിനിമ കണ്ട് അവസാനിപ്പിക്കും. സംഭവം നായകൻ അത് തട്ടിയെടുത്തതാണെങ്കിലും സിനിമയിലെ ഡയലോഗ്സ്, പ്രത്യേകിച്ച് ദുൽഖറിന്റെ ചില ഡയലോഗ്സ് ഒക്കെ പ്രേക്ഷകരിലേക്ക് ഒരു സ്പാർക്ക് ഇട്ട് തരുന്ന രീതിയിലുള്ളതാണ്. പണത്തെക്കുറിച്ചൊന്ന് മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിലതൊക്കെ അതിലുണ്ട്. നായികയുടെ ഡബ്ബിംഗ്, പിന്നെ ആ ഭിക്ഷക്കാരുടെ സീൻ, അങ്ങനെ 1-2 സംഗതി ഒഴിച്ചാൽ ഒരു നല്ല സിനിമാനുഭവം തന്നെയാണ് ലക്കി ഭാസ്കർ. ദുൽഖറിന്റെ പ്രകടനം തന്നെയാണ് സിനിമയുടെ നട്ടെല്ല്. സിനിമയുടെ ഓരോ ട്വിസ്റ്റിലും ടേണിലും ദുൽഖറിന്റെ കഥാപാത്രം ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്യുന്നത് കുറേയിടത്തൊക്കെ രസകരമായി വരുന്നുണ്ടെങ്കിലും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ട്വിസ്റ്റിന്റെ ഇമ്പാക്ട് ഒന്ന് കുറയുന്നുണ്ട്. അതായത് ഇപ്പൊ പിടിക്കപ്പെടുമെന്ന് തോന്നിപ്പിക്കുന്ന ചില സന്ദർഭങ്ങളിൽ ഇല്ല, പിടിക്കപ്പെടില്ല, എങ്ങനെയും രക്ഷപ്പെടും എന്നൊരു തോന്നൽ മുൻകൂട്ടി വരികയും അത് ശരിയാവുകയും ചെയ്യുന്ന അവസ്ഥ. പാവപ്പെട്ട ഭാസ്കറിൽ നിന്നും പണക്കാരൻ ഭാസ്കറിലേക്ക് എത്തുമ്പോഴുള്ള ദുൽഖറിന്റെ ശരീരഭാഷ എനിക്കിഷ്ടപ്പെട്ടു. അത് ഓവറാക്കാതെ എന്നാൽ ഗംഭീരമായി തന്നെ വന്നിട്ടുണ്ട്. സാമ്പത്തിക തട്ടിപ്പ്, കുടുംബ ബന്ധങ്ങൾ, ഈ 2 ടോപ്പിക്സിനെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു സിനിമയാണ് ലക്കി ഭാസ്കർ. സ്ത്രീ കഥാപാത്രത്തിനും സാധാരണ തെലുങ്ക് മെയിൻ സ്ട്രീം സിനിമകളെക്കാൾ സ്പേസ് കിട്ടുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ, ബാങ്ക് വഴിയുള്ള തട്ടിപ്പ്, ഇതൊക്കെ റിയൽ ലൈഫ് തട്ടിപ്പുകാരൻ ഹർഷത് മേത്തയുടെ ജീവിതത്തെ ബേസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സിനിമയിൽ ബഡാ തട്ടിപ്പുകാരന്റെ പേര് ഹർഷ മെഹ്റ എന്നാണ്. അതുപോലെ സിനിമയിലെ കാലഘട്ടവും കുറച്ച് പുറകോട്ടാണ്. 89-92 കാലഘട്ടമാണ്. അന്നത്തെ ബാങ്കിംഗ് രംഗത്തെ ലൂപ്പ് ഹോൾസ്, മാർക്കറ്റ് മാനിപ്പുലേഷൻ, ഇതൊക്കെ തന്റേതായ രീതിയിൽ, അത് മികച്ച രീതിയിൽ സംവിധായകൻ സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ സിനിമയിൽ ഭാസ്കറിനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ഡിബേറ്റബിൾ ആണ്. കാരണം ഹർഷത് മേത്തയും ബാങ്കിന്റെ ചെയർമാനും ജനറൽ മാനേജറും തട്ടിപ്പുകാരാണെങ്കിൽ ഭാസ്കറും തട്ടിപ്പുകാരൻ തന്നെയാണ്. തുടക്കത്തിൽ മിഡിൽ ക്ലാസ് കാരനായിരുന്നത് കൊണ്ടോ തട്ടിപ്പ് നടത്താം പക്ഷെ അത് എവിടെ നിർത്തണമെന്ന് അറിയണമെന്ന ഡയലോഗ് പറയുന്നതിലൂടെയോ ഭാസ്കറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നരേറ്റ് ചെയ്യുന്നത് കൊണ്ടോ ഒരു കൊള്ളക്കാരനല്ലാതായി മാറുന്നില്ല. ഇവർ ചെയ്യുന്ന തട്ടിപ്പിന്റെ ഇമ്പാക്ട്, അതിന്റെ ഫുൾ ഇന്റൻസിറ്റിയോടുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസ് ആയ സോണി ലിവിലുള്ള സ്കാം 1992 ദ ഹർഷത് മേത്ത സ്റ്റോറി കണ്ടാൽ മതി. അതിൽ ഹർഷത് മേത്തയുടെ സ്കാമിന് കൂട്ടുനിൽക്കുന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥന്റെ ക്യാരക്ടറുണ്ട്. ആ ഒരു ക്യാരക്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് മൾട്ടിപ്പിൾ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നതെന്ന് പറയാം. എന്തായാലും ആ സീരീസിൽ ആ ക്യാരക്ടറിന്റെ പ്രവൃത്തികൾ കാണുമ്പോൾ, അയാളെ പ്രസന്റ് ചെയ്ത രീതി കാണുമ്പോൾ നമുക്ക് അയാളോട് വെറുപ്പാണ് തോന്നുക. ഇന്ത്യൻ എക്കണോമിയെ പിടിച്ചുകുലുക്കിയ ഒരു സ്കാം. കുറച്ചുപേർ കഷ്ടപ്പെട്ട് സ്കാം പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ അന്നുണ്ടായതിലും വലിയൊരു ഇമ്പാക്ട് ഉണ്ടാക്കാമായിരുന്ന ഒരു സ്കാം. കുറെ പേരെ കടക്കെണിയിലേക്കും ആത്മഹത്യയിലേക്കും തള്ളിവിട്ട ഒരു സ്കാം. അതിന്റെ ഭാഗമാണെന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കി അയാളെ കുറിച്ച് കുറച്ച് ദാരിദ്ര്യം ബാക്ക്ഗ്രൗണ്ട് കാണിച്ച് ഹീറോയിക്കായി പ്രസന്റ് ചെയ്തത് എല്ലാവർക്കും അത്ര രസിക്കണമെന്നില്ല. ആ ഒരു മോറൽ പ്രശ്നം മാറ്റി നിർത്തിയ സിനിമ എന്ന രീതിയിൽ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ മികച്ചൊരു അനുഭവമായിരുന്നു. അപ്പൊ എന്താണ് ലക്കി ഭാസ്കർ എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.